ഹായ് ഓൾ. ഇന്ത്യ കൊള്ളയടിച്ച് ഏകദേശം 200 വർഷത്തിലകം നമ്മളെ ഭരിച്ച് നമ്മുടെ സ്വത്തുക്കളെല്ലാം കൈയടക്കിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുള്ളതാണ്. മുഗൾ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മനസ്സിലാക്കി അവർ ഈ രാജ്യം കൈയടക്കാൻ പോവുകയാണെന്നും മനസ്സിലാക്കിയ മുഗൾ രാജവംശത്തിലെ തന്നെ 23 വയസ്സുള്ള ഒരു യുവരാജാവ് അവർക്കെതിരെ വളരെ വലിയൊരു ചെറുത്തുനിൽപ്പാണ് നടത്തിയത്. പക്ഷേ അദ്ദേഹത്തെ വൃത്തികെട്ട കുതിരക്കച്ചവടത്തിലൂടെയും അതുപോലെ തന്നെ ബാക്ക് സ്റ്റാബിലൂടെയും ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊന്നൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ബ്രിട്ടീഷ് അധിനിവേശത്തെ ചെറുത്തുനിന്ന ആ ഒരു ധീരനായ യുവരാജാവിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി, സിറാജുദ്ദൗള. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിവേക്. വെൽക്കം ടു റിയാലിറ്റി ടോക്സ്. ഏകദേശം 1600കളിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. നമ്മൾ പല ആൾക്കാരും കരുതുന്നത് പോലെ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിയൊന്നുമല്ല. ബ്രിട്ടനിലെ തന്നെ മണി ലെൻഡേഴ്സും ലാൻഡ് ലോഡ്സും ബാങ്കേഴ്സും ഇവരെല്ലാവരും ചേർന്ന് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടാണ് ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. ഇതിൽ ഏകദേശം 125ഓളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം 70,000 പൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഈ ഒരു കമ്പനി അവർ രൂപീകരിച്ചെടുക്കുന്നത്. അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരം തന്നെയായിരുന്നു. അന്നത്തെ ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് ഒരാൾക്ക് സ്വന്തമായി ഒരു കമ്പനി രൂപീകരിക്കാൻ സാധിക്കില്ല. അതിനുള്ള അനുമതി ബ്രിട്ടനിലെ ഗവൺമെൻറ് നൽകണം, അല്ലെങ്കിൽ രാജവംശം നൽകണം. അതിനെയാണ് ചാർട്ടർ എന്ന് പറയുന്നത്. ഈ ചാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ട്രേഡ് പെർമിറ്റ് എന്നൊക്കെ പറയാം. ഈ ഒരു ട്രേഡ് പെർമിറ്റിൽ കൃത്യമായി അവർ എന്ത് വ്യാപാരമാണ് നടത്തുന്നത്, ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ്, എവിടെ നിന്നാണ് വ്യാപാരം നടത്തുന്നത്, അതിൽ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാകുന്നു, ഇതിൽ നിന്നും ബ്രിട്ടനിലെ രാജവംശത്തിന് അല്ലെങ്കിൽ ബ്രിട്ടന് എന്താണ് ഗുണം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. അതും കുറച്ച് വർഷത്തേക്കാണ് ഈ ഒരു ചാർട്ടർ നൽകുന്നത്. ആ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും പുതുക്കണം. ഇത് പുതുക്കണമെങ്കിൽ ഈ കമ്പനി നല്ലൊരു പെർഫോമൻസിലാണ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിലാണ് പോകുന്നത് എങ്കിൽ മാത്രമേ ഇത് പുതുക്കാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഒരു ജോയിന്റ് സ്റ്റോക്ക് ആയിട്ടുള്ള കമ്പനി ബ്രിട്ടന്റെ രാജാവിൻ്റെ കയ്യിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരം എന്ന പേരിൽ ഒരു ചാർട്ടർ നേടിയെടുക്കുകയാണ്. ഈ ഒരു വ്യാപാരം നടത്താൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് സ്പൈസ് ഐലൻഡ്. ഇത് ഇന്തോനേഷ്യൻ തീരത്തിനടുത്തുള്ള ഒരു ചെറിയ ദ്വീപാണ്. അവിടെ നിന്നായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതലായി സുഗന്ധദ്രവ്യങ്ങൾ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐലൻഡിൽ അവരുടെ വ്യാപാരം സ്ഥാപിക്കാൻ വേണ്ടി ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 1601 ആയപ്പോഴത്തേക്കും അവർ ഇന്തോനേഷ്യയുടെ തീരത്തെത്തി. അവർ അവിടെ 2 ഫാക്ടറികൾ സ്ഥാപിക്കുകയും അവരുടെ വ്യാപാരം ചെറുതായി ആരംഭിക്കുകയും ചെയ്തു. അടുത്ത ലക്ഷ്യം ഈ ഒരു ഇന്തോനേഷ്യൻ തീരത്തിനടുത്തുള്ള സ്പൈസ് ഐസ്ലൻഡ് ആയിരുന്നു. അവർ അവിടേക്കും എത്തി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാഴ്ച എന്ന് പറയുന്നത് അവിടെ നിരവധിയായിട്ടുള്ള കമ്പനികളും വ്യാപാരവും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്പാനിഷും പോർച്ചുഗീസും ഡച്ചുകാരും. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും അതുപോലെ തന്നെ ബിസിനസ് സ്ട്രാറ്റജികളുമാണ് ഈ ഒരു വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ അന്നത്തെ കാലത്ത് ആയുധവും ആൾബലവും തന്നെയായിരുന്നു. ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആൾബലത്തെക്കാളും ആയുധബലത്തെക്കാളും വളരെയധികം കൂടുതലായിരുന്നു അന്നുണ്ടായിരുന്ന ഡച്ച് കമ്പനിയുടെ ആൾബലവും ആയുധബലവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ഒരു സ്പൈസ് ഐലൻഡിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള പവറായി മാറാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വലിയ ലാഭമൊന്നും ഈ കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യാപാരം ചെയ്യാൻ പുതിയൊരു പ്രദേശം അത്യാവശ്യമായിരുന്നു. ആ ഒരു കണ്ടെത്തലിലൂടെയാണ് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതപ്പെടുന്നത്. നമുക്കറിയാം ഇവർ വ്യാപാരം ചെയ്യുന്നത് സുഗന്ധദ്രവ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പൈസ് ഐലൻഡിന് ഏകദേശം അതേ ഭൂപ്രകൃതിയിലുള്ള ഒരു പ്രദേശം തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ അവർ കണ്ടെത്തിയതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ. ഇതിനെ തുടർന്ന് ഏകദേശം 1608 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഗുജറാത്തിലെ സൂറത്തിൻ്റെ തീരത്തേക്ക് എത്തുകയാണ്. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിമാരായിരുന്നു. മുഗൾ ചക്രവർത്തിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭരണ സംവിധാനം തന്നെയാണ്. ഏകദേശം 50 ലക്ഷത്തിലധികം ആൾക്കാർ ഉൾപ്പെടുന്ന ആർമിയായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ വളരെ കുറച്ച് ആൾക്കാരും കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യാപാരം എന്ന് പറയുന്ന ആശയം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടും പതുക്കെ കൊണ്ട് അവർക്കൊരു ഡോമിനൻ്റ് പവറായി മാറാം എന്ന് പറയുന്ന ആശയം കൊണ്ടും ഈ ഒരു മുഗൾ ചക്രവർത്തിമാരുമായി സൗഹൃദം സ്ഥാപിക്കാനായി അവർ ശ്രമിക്കുകയാണ്. ഈ ഒരു മുഗൾ ചക്രവർത്തിയുടെ കീഴിൽ തന്നെ നിരവധിയായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം ഒരു രാജാവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഗൾ ചക്രവർത്തിയെ ഒരിക്കലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നുള്ള ഒഫീഷ്യൽസിന് നേരിട്ട് കാണാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഗുജറാത്ത് ഭരിച്ചിരുന്ന നാട്ടുരാജാവിൻ്റെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുള്ള ഷിപ്പിൻ്റെ ക്യാപ്റ്റനായ വില്യം ഹോക്കിൻസും
അദ്ദേഹത്തിൻ്റെ കൂടെ 2 ഒഫീഷ്യൽസും ചെല്ലുകയാണ്. നമുക്കറിയാം, ഈ രാജാക്കന്മാർക്കിടയിൽ അവരെ കൊണ്ട് ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഈ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിരവധിയായിട്ടുള്ള സമ്മാനങ്ങളുമായിട്ടാണ് വില്യം ഹോക്കിൻസും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഈ ഒരു ഒഫീഷ്യൽസും ഈ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും അതുവഴി അന്നത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ കാണാനുള്ള അനുമതി അവർ നേടിയെടുക്കുകയും ചെയ്തു. മുഗൾ രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യു.പിയിലെ ആഗ്രയായിരുന്നു. സൂറത്തിൽ നിന്നും വില്യം ഹോക്കിൻസും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒഫീഷ്യൽസും ഈ ഒരു ജഹാംഗീർ ചക്രവർത്തിയെ കാണാൻ വേണ്ടി ആഗ്രയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുകയും തങ്ങൾക്ക് വ്യാപാരം നടത്തണം എന്ന് പറയുന്ന ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ജഹാംഗീറിൽ നിന്നുള്ള മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഈ ഒരു വ്യാപാരത്തിനുള്ള അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു വ്യാപാരബന്ധം നിഷേധിച്ചതിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പ്, വളരെ കാലം മുമ്പ് തന്നെ പോർച്ചുഗീസുകാർ അവിടെ എത്തിയിരുന്നു. അവരവിടെ വ്യാപാരം നടത്തിയിരുന്നു. അവർ മുഗൾ ചക്രവർത്തിയുമായി വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു. പല യുദ്ധങ്ങളിലും അല്ലാതെ പോർച്ചുഗീസുകാർ ഈ ഒരു മുഗൾ രാജാവിനെ സഹായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും തങ്ങൾ വ്യാപാരത്തിനുള്ള അനുമതി നൽകുകയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസുമായുള്ള സൗഹൃദം ഇല്ലാതാവുമോ എന്ന ഭയം ജഹാംഗീറിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് വില്യം ഹോക്കിൻസിനെയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും തിരിച്ചയക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. പക്ഷേ പിന്മാറിപ്പോകാനായിട്ട് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്ന് വേണം പറയാൻ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഈ ഒരു കമ്പനി പടുത്തുയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 125ഓളം ഷെയർ ഹോൾഡേഴ്സിലും ഇതിനുണ്ട്. ഈ ഒരു കമ്പനി വളരെ പെട്ടെന്ന് തന്നെ ലാഭകരമായില്ലെങ്കിൽ ബ്രിട്ടൻ ഗവൺമെൻറ് നൽകിയിരുന്ന ചാർട്ടറും അവസാനിക്കും. ഇത് അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുഗൾ രാജവംശം ഭരിക്കാത്ത മറ്റു രാജാക്കന്മാർ ഭരിക്കുന്ന ഒരു ചെറിയ പ്രദേശത്തിലേക്ക് മാറാനായി അവർ തീരുമാനിക്കുകയാണ്. അതിലൂടെയാണ് അവർ ആന്ധ്രാപ്രദേശിലെ മച്ചിലിപ്പട്ടണത്തിലേക്ക് എത്തുന്നത്. അവിടുത്തെ രാജാവിനെ കണ്ടതിന് ശേഷം വ്യാപാരത്തിനുള്ള അനുമതി ചോദിക്കുകയും രാജാവ് ഈ ഒരു അനുമതി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശിലെ മച്ചിലിപ്പട്ടണത്ത് അവർ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണ്. ഏകദേശം 1 വർഷത്തിന് മുകളിൽ അവിടെ അവർ വ്യാപാരം നടത്തിയെങ്കിലും വലിയ ലാഭകരത്തിലൊന്നുമല്ല അവരുടെ ബിസിനസ്സുകൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് വലുതാക്കുക എന്നത് വളരെയധികം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങൾ നടക്കുന്ന, ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന മുഗൾ രാജവംശം ഭരിക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് വീണ്ടും എത്താൻ വേണ്ടി കമ്പനി തീരുമാനമെടുക്കുകയാണ്. ഇതിനെ തുടർന്ന് ഏകദേശം 1612 വീണ്ടും അവർ ഗുജറാത്തിലെ സൂറത്തിൻ്റെ തീരത്തേക്ക് എത്തുകയാണ്. അന്ന് ആ ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് തോമസ് ബെസ്റ്റ് ആയിരുന്നു. വീണ്ടും അവർ ഗുജറാത്തിലെ ഗവർണറെ കാണുകയും മുഗൾ ചക്രവർത്തിയെ കാണാനുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തു. ചക്രവർത്തിയായ ജഹാംഗീറിന് മുന്നിലേക്ക് എത്തിയ തോമസ് ബെസ്റ്റിനും സംഘത്തിനും അദ്ദേഹം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ് ലഭിച്ചത്. അവർക്ക് വ്യാപാരത്തിനുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് അവർ തിരിച്ച് ബ്രിട്ടനിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂറത്തിൻ്റെ തീരത്തേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് മറ്റൊരു സംഭവം അരങ്ങേറുന്നത്. തോമസ് ബെസ്റ്റിനോടൊപ്പം ഉണ്ടായിരുന്ന 2 ഒഫീഷ്യൽസിനെ പോർച്ചുഗീസിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഗവർണർ അറസ്റ്റ് ചെയ്യുകയാണ്. ആഗ്രയിൽ നിന്ന് മടങ്ങിയെത്തിയ തോമസ് ബെസ്റ്റും സംഘവും തങ്ങളുടെ ഷിപ്പിലുള്ള 2 ഒഫീഷ്യൽസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത അറിയുകയാണ്. അതോടൊപ്പം തന്നെ പോർച്ചുഗീസുകാരാണ് ഇതിന്റെ പിന്നിലെന്നും അറിയുന്നു. നമുക്കെല്ലാവർക്കും മനസ്സിലാവും, ഒരു വ്യാപാര ബന്ധത്തിന് വേണ്ടിയാണ് വരുന്നത്. അതിനെ തടയിടാൻ വേണ്ടി മറ്റു വ്യാപാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും തോമസ് ബെസ്റ്റിന്റെ മനസ്സിൽ ദേഷ്യമാണ് ഉടലെടുത്തത്. അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന വീണ്ടും ബ്രിട്ടനിലേക്ക് തിരിച്ചുപോക്ക് എന്ന് പറയുന്ന ആശയം അദ്ദേഹം അവിടെ ഉപേക്ഷിക്കുകയാണ്. തൻ്റെ പിന്നോട്ട് വെച്ച കാൽ അദ്ദേഹം മുന്നോട്ടെടുത്ത് വെച്ചു. പിന്നീട് നടന്നതെല്ലാം വളരെയധികം വ്യത്യസ്തമായിരുന്നു. ഗുജറാത്തിന്റെ ഗവർണറുടെ കീഴിലുള്ള ഒരു ഷിപ്പിനെ തോമസ് ബെസ്റ്റും സംഘവും പിടിച്ചിടുകയാണ്. അത് വെച്ച് തോമസ് ബെസ്റ്റിന്റെ കൂടെയുള്ള 2 ഒഫീഷ്യൽസിന് വേണ്ടി അവർ വിലപേശി. ഏറ്റവും ഒടുവിൽ ഗുജറാത്തിലെ ഗവർണർക്ക് വഴങ്ങേണ്ടി വന്നു. ഈ 2 ഒഫീഷ്യൽസിനെ വിട്ടുകൊടുക്കാനായി അദ്ദേഹം തയ്യാറായി. ഈ ഒരു വ്യാപാരത്തിന് തന്നെ വന്ന പോർച്ചുഗീസുകാരും തങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയ തോമസ് ബെസ്റ്റും സംഘവും ഈ ഒരു വ്യവസായത്തിനുള്ള അനുമതി ഏതെങ്കിലും രീതിയിൽ നേടിയെടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു. വീണ്ടും അവർ നിരവധി തവണ ഗുജറാത്തിലെ ഗവർണറോടൊപ്പം നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടത്തി. ഏറ്റവും ഒടുവിൽ അവർക്ക് വ്യാപാര ബന്ധത്തിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. ഈ ഒരു അനുമതി പ്രാബല്യത്തിൽ വരണമെങ്കിൽ മുഗൾ രാജാവായ ജഹാംഗീറും സമ്മതിക്കണമായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു വലിയ സംഭവം അരങ്ങേറുന്നുണ്ട്. പോർച്ചുഗീസും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേർക്കുനേർ വരുന്നു. ആൾബലത്തിലായാലും ആയുധബലത്തിലായാലും ഷിപ്പുകളുടെ എണ്ണത്തിലായാലും ഏറ്റവും വലുത് പോർച്ചുഗീസിൻ്റെ കമ്പനി തന്നെയായിരുന്നു. പക്ഷേ വളരെ ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസിനെ മുഴുവനായി തകർത്ത് കളഞ്ഞു. ഈ ഒരു സംഭവം സൂറത്തിൻ്റെ തീരത്തടുത്തുള്ള സുവാളി എന്ന് പറയുന്ന വില്ലേജിലാണ് അരങ്ങേറിയത്. പിന്നീട് ചരിത്രത്തിൽ ബാറ്റിൽ ഓഫ് സുവാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു ബാറ്റിൽ ഓഫ് സുവാളി എന്ന് പറയുന്ന യുദ്ധത്തിൽ
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസുകാരെ തകർത്ത് കളഞ്ഞു എന്ന വാർത്ത ജഹാംഗീറിന്റെ കാതിലുമെത്തി. അദ്ദേഹം അവിടെ വെച്ച് ഒരു കാര്യം ചിന്തിക്കാനായി തുടങ്ങി. തങ്ങൾ ഇത്രയും കാലം പോർച്ചുഗീസുകാർക്ക് വ്യാപാരത്തിനുള്ള അനുമതി കൊടുത്തിരുന്നത് അവരുടെ സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ്. പല യുദ്ധങ്ങളിലും അവർ തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പോർച്ചുഗീസുകാർ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഒരു പക്ഷേ ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതെങ്കിലും ഒരു ശത്രുരാജ്യത്തിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഗൾ രാജവംശവും ഭരണാധികാരിയും ഇല്ലാതായേക്കാം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൗഹൃദം അത്യാവശ്യമാണെന്ന് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരത്തിനുള്ള അനുമതി നൽകി അവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ജഹാംഗീർ തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് 1613 ജനുവരി 6 തോമസ് ബെസ്റ്റിന് ജഹാംഗീറിന്റെ ഭാഗത്തു നിന്നും ഒരു കത്ത് ലഭിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: മുഗൾ സാമ്രാജ്യത്തിന് കീഴിൽ സൂറത്തിൽ ഫാക്ടറി സ്ഥാപിച്ച് വ്യാപാരം നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കത്ത് വായിച്ച ശേഷം തോമസ് ബെസ്റ്റിനും സംഘത്തിനും ഒരു കാര്യം മനസ്സിലായി. ഏകദേശം 2ൽ കൂടുതൽ തവണ ജഹാംഗീറിനെ കാണാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെന്നിട്ടുണ്ട്. അതുവരേക്കും നൽകാത്ത ഈ ഒരു വ്യാപാര സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ഈ ഒരു യുദ്ധം കഴിഞ്ഞ് നൽകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ തോന്നി. ഇതിനെ തുടർന്ന് തോമസ് ബെസ്റ്റ് വീണ്ടും ജഹാംഗീറിന് ഒരു കത്ത് തിരിച്ചയക്കുകയാണ്. ഇത്രയും കാലം തോമസ് ബെസ്റ്റും സംഘവും നടത്തിയ യുദ്ധങ്ങളും അതിൽ വിജയിച്ച യുദ്ധങ്ങളും എന്തായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും എന്നുള്ളത് ഈ ഒരു കത്ത് വായിച്ച ശേഷം ജഹാംഗീറിന് വളരെയധികം സന്തോഷമാവുകയും അവരോട് വളരെയധികം അടുത്ത സൗഹൃദം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിനെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് മാത്രം ചുരുങ്ങുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗൾ സാമ്രാജ്യത്തിൽ വലിയൊരു വ്യാപാര ബന്ധം കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മുഗൾ രാജവംശത്തിന് കീഴിലുള്ള മറ്റുള്ള പ്രദേശത്തിലേക്ക് ഈ കമ്പനി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവർക്ക് യഥാർത്ഥത്തിൽ അവിടെ ഒരു ട്രേഡ് പെർമിറ്റ് ഉണ്ട്. ഇതിന്റെ ഫാക്ടറികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കണമെങ്കിൽ ഈ ഒരു മുഗൾ ചക്രവർത്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ആരെങ്കിലും തന്നെ വേണം. അതിനുവേണ്ടി അവർ ബ്രിട്ടനിലെ അന്നത്തെ രാജാവായ ജെയിംസ് I അടുത്തേക്ക് എത്തുകയാണ്. തുടർന്ന് ഒരു നയതന്ത്ര വിദഗ്ധനെ മുഗൾ ചക്രവർത്തിയുടെ അടുത്തേക്ക് അയക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇതിനെ തുടർന്ന് ബ്രിട്ടനിലെ രാജാവ് തോമസ് റോയെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ അടുക്കലേക്ക് എത്തിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസും തോമസ് ബെസ്റ്റും ചെയ്തത് ഇവിടെ വ്യാപാര ബന്ധം വലുതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷേ ഈ തോമസ് റോ എന്ന് പറയുന്ന നയതന്ത്ര വിദഗ്ധൻ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ് ചെയ്യാൻ പോകുന്നത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ അനുനയിപ്പിച്ച് തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അത് പിന്നീട് ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട്. തോമസ് റോ നിരവധി സമ്മാനങ്ങളുമായിട്ടാണ് 1615 ജഹാംഗീറിനെ കാണാനായി എത്തുന്നത്. 1615 മുതൽ 19 വരെ ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ഒരു നയതന്ത്ര വിദഗ്ധനായി തുടരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടലോടുകൂടി നിരവധിയായിട്ടുള്ള വ്യാപാര സ്വാതന്ത്ര്യങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സൂറത്തിലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിലെ മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള വ്യാപാരങ്ങൾ, അതായത് അവിടെ ഒരു കച്ചവടക്കാരൻ മാത്രമേ കാണൂ, മറ്റുള്ള വ്യാപാരികൾക്കൊന്നും വ്യാപാരം ചെയ്യാനായി ആ പ്രദേശത്ത് സാധിക്കില്ല. അതുപോലെ തന്നെ നിരവധിയായ ടാക്സിൻ്റെ ഇളവുകളും അവരുടെ വ്യാപാരം മറ്റുള്ള മുഗൾ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും നേടിക്കൊടുത്തു. അതിനു പകരമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓരോ വർഷവും ഒരു നിശ്ചിത തുക മുഗൾ രാജവംശത്തിലേക്ക് എത്തിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ലീസിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി പോലെയാണ് ഈ ഒരു വ്യാപാര ബന്ധവും മുഗൾ രാജവംശവുമായി വളർന്നത്. ഇതോടുകൂടി സൂറത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഫാക്ടറി മദ്രാസിലേക്കും അഹമ്മദാബാദിലേക്കും പാറ്റ്നയിലേക്കും ബോംബെയിലേക്കും ആഗ്രയിലേക്കും വളർന്നു. വളരെ വലിയ ഒരു കച്ചവട ശൃംഖലയായി മാറാനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതോടുകൂടി സാധിക്കുകയാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടി വന്നവർ അവിടെ നിന്നും പതുക്കെ ചുവടുമാറ്റി കോട്ടണിലേക്കും ഇൻഡിഗോയിലേക്കും സിൽക്കിലേക്കും ഓപ്പിയത്തിലേക്കും ടീയിലേക്കും സോൾട്ടിലേക്കും എത്തി. ഇവരുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം വളരെയധികം വികസിക്കാനായി തുടങ്ങി. അവിടെ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ വന്നു, വാഹനങ്ങൾ വന്നു. ഇവയെല്ലാം മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ ഈ ഒരു ഫാക്ടറി നിൽക്കുന്ന പ്രദേശത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി തുടങ്ങി. പതുക്കെ പതുക്കെ അവിടെയെല്ലാം സിറ്റികളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. അക്കാലത്തെല്ലാം മുഗൾ സാമ്രാജ്യത്തിനെതിരായി നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം മുതലെടുത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗൾ ചക്രവർത്തിക്ക് മുന്നിലേക്ക് പുതിയൊരു ആവശ്യമായി ചെല്ലുകയാണ്. തങ്ങളുടെ ഫാക്ടറികളെല്ലാം പല യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ആക്രമിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കോട്ടകൾ അത്യാവശ്യമാണ്. അതിന് മുഗൾ ചക്രവർത്തി അനുവാദം നൽകുകയും ചെയ്തു. അതോടുകൂടി ഇവരുടെ ഫാക്ടറികളെല്ലാം വലിയ കോട്ടകൾക്കുള്ളിലേക്ക് മാറുകയും ചെയ്തു. നമുക്കിപ്പോഴത്തെ ഗാരിസൺ എന്നൊക്കെ അത്തരം കോട്ടകളെ പറയാൻ പറ്റും.
അതുപോലെ തന്നെ കോട്ടകൾ കെട്ടി സംരക്ഷിച്ച ഇവരുടെ ഫാക്ടറികൾക്കെല്ലാം മറ്റൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഇവയെല്ലാം കടൽ തീരത്തോട് ചേർന്നുള്ളതായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സൂറത്തിലും കിഴക്ക് വശത്ത് ആന്ധ്രാപ്രദേശിലുമായിരുന്നു ഇവരുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്നത്. ഇവിടെയെല്ലാം വലിയൊരു വ്യാപാരം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അവരുടെ വളരെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് എല്ലാം അവസാനിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ വ്യാപാര ബന്ധം ഒന്നുകൂടെ വ്യാപിപ്പിക്കണം എന്ന് പറയുന്ന ആശയവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനവർ തിരഞ്ഞെടുത്ത് ബംഗാളായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അന്നത്തെ കാലത്ത് വലിയൊരു വിഭാഗം ട്രേഡും നടന്നത് ഈ ഒരു ബംഗാളിലൂടെയായിരുന്നു. അന്നത്തെ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ്, ബീഹാർ ചേർന്ന ഒരു ഭൂപ്രദേശം തന്നെയായിരുന്നു. ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു മുഗൾ രാജവംശത്തിലും വന്നിരുന്നു. മുഗൾ ചക്രവർത്തിയായി ജഹാംഗീറിന്റെ മകനായ ഷാജഹാൻ അധികാരത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായ സുൽത്താൻ ഷുജയായിരുന്നു ഈ ഒരു ബംഗാളിന്റെ ഗവർണർ എന്ന് പറയുന്നത്. പലപ്പോഴായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുൽത്താൻ ഷുജയെയും അതുപോലെ തന്നെ ഷാജഹാനെയും ബംഗാളിലെ ഈ ഒരു ട്രേഡ് പെർമിറ്റിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം മുഗൾ ചക്രവർത്തി ഇവരുടെ ഈ ഒരു ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ഒരു ചക്രവർത്തിക്ക് ഇവരുടെ വ്യാപാരം എന്ന് പറയുന്ന ആവശ്യത്തിന് അനുമതി കൊടുക്കേണ്ടി വരികയാണ്. ഈ ഒരു സമയത്താണ് ബംഗാളിന്റെ തന്നെ തലവരം മാറ്റിയ മറ്റൊരു പ്രശ്നം അരങ്ങേറുന്നത്. മുഗൾ ചക്രവർത്തി ഷാജഹാന് ഏറ്റവും പ്രിയപ്പെട്ട രാജകുടുംബത്തിലെ ഒരു സ്ത്രീക്ക് അതികഠിനമായ ഒരു രോഗാവസ്ഥ ഉണ്ടാവുന്നു. നിരവധി വൈദ്യന്മാരും ചികിത്സകരും എല്ലാം ചികിത്സിച്ച് നോക്കിയിട്ടും അത് ഭേദമാകുന്നേയില്ല. അവരുടെ മുന്നിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അഭിപ്രായം പറയുകയാണ്. തങ്ങളുടെ ഷിപ്പിന്റെ തന്നെ ഡോക്ടർക്ക് ഈ ഒരു അസുഖം ഭേദമാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. മുഗൾ ചക്രവർത്തി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഷിപ്പിലെ ഡോക്ടർ വളരെ പെട്ടെന്ന് തന്നെ മുഗൾ രാജകുടുംബത്തിലേക്ക് എത്തുകയും ആ ഒരു സ്ത്രീയുടെ അസുഖം ഭേദമാക്കി കൊടുക്കുകയും ചെയ്തു. അതിന് പ്രത്യുപകാരമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവശ്യപ്പെട്ടത് ബംഗാളിലെ വ്യാപാരങ്ങളായിരുന്നു. അതിന് വഴങ്ങിക്കൊടുക്കാതെ ഷാജഹാന് മറ്റ് നിവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ പടർന്ന് പന്തലിക്കുവാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാളിലെ വളർച്ച അധികകാലം നീണ്ടു നിന്നില്ല. ഷാജഹാന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഔറംഗസീബ് അധികാരത്തിലേക്ക് എത്തുന്നു. ഷാജഹാനിൽ നിന്നും ജഹാംഗീറിൽ നിന്നും വളരെയധികം വ്യത്യസ്തനായിരുന്നു ഔറംഗസീബ്. വളരെയധികം ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരെ ഒന്നും വിശ്വാസമില്ലാത്ത തരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു ഔറംഗസീബ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്ത്രങ്ങളും അവർ ഇവിടെ വേരുറപ്പിക്കാൻ പോകുന്നതുമെല്ലാം കൃത്യമായി ഔറംഗസീബ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വളർച്ചകളെയെല്ലാം ഔറംഗസീബ് കൃത്യമായി പിന്തുടർന്നു എന്ന് വേണം പറയാൻ. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔറംഗസീബിന്റെ നിയമങ്ങളെല്ലാം അനുസരിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ അവർ നിയമങ്ങൾ അനുസരിക്കാതിരുന്നാൽ തങ്ങളുടെ വ്യാപാരങ്ങളെല്ലാം ഇവിടെ വെച്ച് അവസാനിക്കുമെന്നുള്ള കാര്യം അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം അവർ ബ്രിട്ടനിലെ രാജാവിനെ സമീപിക്കുകയാണ്. അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ നിരവധിയായിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ലാഭങ്ങളും നിരവധിയായിട്ടുള്ള കച്ചവടവും നടത്തണമെങ്കിൽ അവർക്ക് നിരവധിയായിട്ടുള്ള അധികാര പരിധി വേണം എന്നതിനെപ്പറ്റി അന്നത്തെ രാജാവായ ചാൾസ് രണ്ടാമനോട് അവർ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഈ ഒരു ചാർട്ടർ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് പെർമിറ്റിന് പുറത്തായി അവർക്ക് നിരവധിയായിട്ടുള്ള അധികാരങ്ങൾ ഈ ഒരു ബ്രിട്ടനിലെ രാജാവ് കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അവർ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ടെറിട്ടറിക്ക് ഉപരിയായി അവർക്ക് പുതുതായിട്ടുള്ള ടെറിട്ടറികൾ അക്വയർ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അവർക്ക് പ്രൈവറ്റ് ആർമികൾ രൂപീകരിക്കാം. ഏത് രാജാക്കന്മാരുമായിട്ട് വേണമെങ്കിലും അലയൻസുകൾ സൃഷ്ടിക്കാം. അതോടൊപ്പം തന്നെ പുതിയ കറൻസി ഉണ്ടാക്കാനുള്ള അധികാരവും ചാൾസ് രണ്ടാമൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വലിയ അധികാരവും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഫാക്ടറികളെല്ലാം കോട്ടകളാൽ സംരക്ഷിതമാണ്. ഈ കോട്ടകൾക്ക് അകത്ത് നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ സിവിൽ പരമായിട്ടുള്ള കുറ്റങ്ങളായിക്കോട്ടെ, ഇവയ്ക്കെല്ലാം ശിക്ഷകൾ നടപ്പിലാക്കാനുള്ള അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയാണ്. വളരെ ചുരുക്കത്തിൽ ഇവരുടെ ആദ്യ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കാം. സുഗന്ധദ്രവ്യങ്ങൾ വ്യാപാരത്തിന് വേണ്ടി ഇവർ വരുന്നു. അതിനുശേഷം ഇവിടെ നിരവധിയായിട്ടുള്ള ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. ഈ ഫാക്ടറികളെല്ലാം കോട്ടകൾ കെട്ടി സംരക്ഷിക്കുന്നു. ഇവയ്ക്കെല്ലാം ആനുവലായി ഒരു ഫീസും മുഗൾ രാജവംശത്തിന് ഇവർ നൽകുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഇവരുടെ പ്രദേശങ്ങളെയെല്ലാം മുഗൾ രാജവംശത്തിൽ നിന്നും മാറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അവർക്ക് സ്വന്തമായി നിയമം ഉണ്ടാക്കുകയും സ്വന്തമായി കറൻസി നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി വ്യാപാരത്തിൽ നിന്നും പൊളിറ്റിക്സിലേക്കുള്ള ഒരു ചുവടുമാറ്റം നമുക്ക് കാണാനായി സാധിക്കും. ഇനി ഒരു ഭരണ സംവിധാനത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ഇതിലുപരിയായിട്ടുള്ള ലാഭം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടാക്കാൻ കഴിയൂ എന്ന് അവർക്ക് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മാറ്റങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു, മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ്. ഇതേ കാലഘട്ടത്തിൽ തന്നെ അവർ ബംഗാൾ ഗവർണറുടെ അടുത്ത് ചെന്ന് ഈ വ്യാപാരത്തിൽ ടാക്സ് കട്ട് ഓഫിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതായത് ഫർമാൻ. ഈ ടാക്സ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു റോയലായിട്ട് കൊടുക്കുന്ന ഒരു
ഒരു അധികാര പരിധിയൊക്കെയാണ്. ഈ ഒരു വ്യാപാരം ചെയ്യുന്നതിന് ഇവരുടെ രാജവംശത്തിന് ടാക്സുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് ഈ ഒരു ആവശ്യവും അംഗീകരിക്കുന്നില്ല. ഇതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഔറംഗസീബിന്റെ കാലം ഉള്ളിടത്തോളം കാലം അവർക്ക് വലിയ രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അവരുടെ കച്ചവടങ്ങളെല്ലാം മുഗൾ സാമ്രാജ്യത്തിലെ നിയമത്തിനനുസരിച്ച് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഔറംഗസീബിന്റെ കാലത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ പിന്നീടുള്ള എല്ലാ കാലവും ഈ ഒരു നിയമം തന്നെ അനുസരിക്കേണ്ടി വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് യുദ്ധമായിരുന്നു. 1986 ഔറംഗസീബിനെതിരായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടൊപ്പം ഏകദേശം 45,000 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മുഗൾ സാമ്രാജ്യത്തിനോടൊപ്പം ഏകദേശം 50 ലക്ഷത്തിലധികം ആൾക്കാരാണ് യുദ്ധത്തിനായി അണിനിരുന്നത്. ഈ ഒരു യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെട്ടു. മരണഭീതിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീഷ്യൽസും അതിൻ്റെ ഗവർണറും ഔറംഗസീബിന്റെ മുന്നിലെത്തുകയും മാപ്പിരക്കുകയും ചെയ്തു. ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാപ്പപേക്ഷ ഔറംഗസീബ് സ്വീകരിക്കുകയാണ്. ഇവർക്ക് ഈ ഒരു തെറ്റ് ചെയ്തതിന് ഒരു ഫൈനായി ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ വിധിക്കുകയാണ്. അന്നത്തെ 1.5 ലക്ഷത്തോളം രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏകദേശം 400-500 മില്യൺ ഒക്കെ ഉണ്ടാകാം. ഈ ഒരു ഫൈൻ അടച്ചതോടുകൂടി അവർക്ക് അവരുടേതായിട്ടുള്ള ട്രേഡിംഗ് പെർമിറ്റ് ഔറംഗസീബ് തിരിച്ചു നൽകുകയാണ്. ഇതോടുകൂടി മുഗൾ സാമ്രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. അതിനപ്പുറത്തേക്ക് അവർ പോകാൻ തയ്യാറായില്ല. കാരണം എന്ന് പറയുന്നത് ഔറംഗസീബ് എന്ന് പറയുന്ന ചക്രവർത്തിയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വളരെയധികം ഭയമായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഇനി തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനമായിരിക്കുമെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഇതിനൊരു മാറ്റം സംഭവിക്കുന്നത് പിന്നീട് 1707 ഔറംഗസീബ് മരണമടയുന്നു. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ് എന്ന് പറയുന്നത്. അതിനുശേഷം അധികാരത്തിനെത്താൻ വേണ്ടി നിരവധി ആൾക്കാർ പരസ്പരം കൊമ്പുകോർത്തു. അത് ആ നാട്ടിലെ മണി ലെൻഡേഴ്സ് ആയാലും ബാങ്കേഴ്സ് ആയാലും മുഗൾ രാജവംശത്തിലുള്ള ആൾക്കാരും പരസ്പരം തമ്മിത്തല്ലി കലഹിച്ചു. ഇതിനിടയിലാണ് മറ്റു പല നാട്ടുരാജ്യങ്ങളും വളർന്നു വരുന്നത്. ഔറംഗസീബിന്റെ കാലം മുതൽക്ക് തന്നെ നിരവധിയായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും അവയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി ഈ ഒരു മുഗൾ സാമ്രാജ്യത്തിനായി. പക്ഷേ ഔറംഗസീബിന്റെ മരണശേഷം അതൊന്നും കൃത്യമായി നടന്നില്ല എന്ന് വേണം പറയാൻ. അതിൽ പ്രധാനപ്പെട്ടത് മറാത്ത രാജവംശവും രാജ്പുത് രാജവംശവും ജാട്സും റോഹില്ലാസുമായിരുന്നു. ആദ്യകാലത്ത് ഈ ഒരു മുഗൾ സാമ്രാജ്യം വളരെയധികം ശക്തി പ്രാപിച്ചു നിന്നെങ്കിലും മറാത്താസ് എന്ന് പറയുന്നത് എക്കാലവും മുഗളന്മാരുടെ ഒരു വലിയ ശത്രു തന്നെയായിരുന്നു. അവർ മുഗൾ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാനായി തുടങ്ങി. ഏകദേശം 1739 ആയപ്പോഴത്തേക്കും മുഗൾ സാമ്രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം വെറും 4/1 ചുരുങ്ങിയത്. ഇത് കൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള വിദേശ ശക്തികളും ഈ ഒരു കാലത്ത് മുഗൾ രാജവംശത്തെ ആക്രമിക്കുന്നുണ്ട്. ഏകദേശം 1739 പേർഷ്യൻ റൂളറായിട്ടുള്ള നാദിർ ഷായുടെ നേതൃത്വത്തിലും 1748 അഫ്ഗാൻ ഭരിച്ചിരുന്ന അഹമ്മദ് ഷാ ദുറാനിയുടെ നേതൃത്വത്തിലും മുഗൾ സാമ്രാജ്യം അവർ ആക്രമിക്കുകയാണ്. കൊഹിനൂർ രത്നമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒരു സമയത്താണ് എന്ന് വേണം പറയാൻ. ഇതോടുകൂടി 4/1 ചുരുങ്ങിയ മുഗൾ സാമ്രാജ്യം വീണ്ടും 10/1 ചുരുങ്ങിയത്. മുഗൾ സാമ്രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ യാതൊരുവിധ മാർഗമില്ലാതെ മാറി. ഒരു വശത്ത് നിന്നും മറാത്ത തുടങ്ങിയ രാജവംശങ്ങളുടെ ആക്രമണം, മറ്റൊരു വശത്ത് നിന്നും വിദേശ ശക്തികളുടെ ആക്രമണം. ഈ ഒരു വിദേശ ശക്തികളെ പിടിച്ചു കിട്ടാൻ വേണ്ടി രജപുത്ര രാജവംശമായിട്ടും സിഖ് ഡൈനാസ്റ്റിയുമായി അവർ കൈകോർക്കുകയാണ്. മുഗൾ സാമ്രാജ്യവും രജപുത്ര രാജവംശവും സിഖ് ഡൈനാസ്റ്റിയും ചേർന്ന് ഈ ഒരു വിദേശ ശക്തികളെ ഒരുവിധം പ്രതിരോധിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ ഇതിന്റെ മറുവശം മുഗൾ സാമ്രാജ്യം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഈ യുദ്ധത്തിലൂടെ നിരവധിയായിട്ടുള്ള സാമ്പത്തിക ബാധ്യത മുഗൾ രാജവംശത്തിന് വന്നു. അത് മുഗൾ സാമ്രാജ്യത്തെ മുഴുവനായി തകർക്കുന്നതായിരുന്നു. ഈ ഒരു സാമ്പത്തിക ബാധ്യതയിലുള്ള പ്രശ്നം പിന്നീട് അങ്ങോട്ട് തുടർന്ന് പൊക്കൊണ്ടേയിരുന്നു. നിരവധിയായിട്ടുള്ള രാജാക്കന്മാർ മുഗൾ രാജവംശത്തിലേക്ക് എത്തി. ഏകദേശം 1717 ഫറൂഖ് ഷിയാർ അധികാരത്തിലെത്തിയതിനു ശേഷം ബംഗാളിൽ ഫാക്ടറി സ്ഥാപിച്ചിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പ്രത്യേക പദവി നൽകുകയാണ്. അവർക്ക് ഒരു ഫർമാൻ കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ഒരു ദസ്തക് കൊടുക്കുന്നു. ഫർമാൻ എന്ന് പറയുന്നത് ഒരു റോയലായിട്ടുള്ള അധികാരമാണെന്ന് നാം മുമ്പേ തന്നെ പറഞ്ഞതാണ്. അതിനകത്ത് പല ടാക്സ് ഫ്രീകളും പല അധികാരങ്ങളും ഉണ്ടായിരുന്നു. ദസ്തക് എന്ന് പറയുന്നത് ഒരു ട്രേഡിൻ്റെ ടാക്സ് ഇല്ലാതാക്കുന്നതായിരുന്നു. അതായത് ഈ ഒരു ദസ്തക് എന്ന് പറയുന്ന ട്രേഡ് പെർമിറ്റ് കയ്യിലുള്ള ആൾക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനോ എക്സ്പോർട്ട് ചെയ്യുന്നതിനോ ടാക്സുകൾ അടയ്ക്കേണ്ട എന്നുള്ളതാണ്. അതായത് ഫ്രീ ട്രേഡ്. ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങാം, അത് മറ്റെവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതിന് പ്രത്യേകിച്ച് ടാക്സോ മറ്റു കാര്യങ്ങളോ ഈടാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇത്തരമൊരു അധികാരം കൊടുത്തതോടുകൂടി ഈ മുഗൾ സാമ്രാജ്യത്തിന് കീഴിലുള്ള മറ്റു നാട്ടുരാജ്യങ്ങളും ഇതിനെതിരായി തിരിയാൻ തുടങ്ങി.
ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യം ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫ്രീ ആയിട്ടുള്ള ട്രേഡിന് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത്തരം നാട്ടുരാജ്യങ്ങളുടെയും വരുമാനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾ മുഗൾ സാമ്രാജ്യത്തിന് കൊടുക്കുന്ന വരുമാനം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ ഒരു മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനം അവസരമായി കണ്ട് സന്തോഷിച്ചിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവർക്ക് ബ്രിട്ടനിലെ രാജാവ് നൽകിയ അധികാരത്തോടെ ഒരു പ്രൈവറ്റ് ആർമിയെ രൂപീകരിക്കുന്ന തിരക്കിലായിരുന്നു അവർ. കൂടുതലായി അവർ ബ്രിട്ടനിൽ നിന്നും ആൾക്കാരെ ഈ ഒരു പ്രൈവറ്റ് ആർമിയിലേക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും ലോക്കലായിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. അവരാണ് പിൽക്കാലത്ത് ശിപ്പായികൾ എന്നറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കെട്ടിയിരുന്ന ഈ ഒരു ദസ്തക് എന്ന് പറയുന്ന പെർമിറ്റ് ബംഗാളിൻ്റെ വരുമാനത്തെ വളരെയധികം മോശമായി ബാധിച്ചു. ഈ ഒരു ട്രേഡ് പെർമിറ്റ് ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം പലതരത്തിലുള്ള കൈക്കൂലികളും സമ്മാനങ്ങളും വാങ്ങി ഈ ഒരു ട്രേഡ് പെർമിറ്റ് കൊടുക്കുകയും അതോടുകൂടി ബംഗാളിൻ്റെ വരുമാനം ഏകദേശം പാതിയോളം നിലച്ചു എന്ന് വേണം പറയാൻ. ഇത് ബംഗാളിൻ്റെ ഭരണ സംവിധാനത്തിലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതിനെ തുടർന്ന് അന്നത്തെ ബംഗാളിലെ ഗവർണറായിരുന്ന മുർഷിദ് കുലി ഖാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസിനെ വിളിക്കുകയാണ്. നിങ്ങൾ കൃത്യമായി ട്രേഡ് നടത്തണം. ഈ ദസ്തക് സിസ്റ്റം നിങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നിങ്ങൾ കൃത്യമായി ടാക്സ് പേയ്മെൻറ്റ് നടത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽപ്പുള്ളൂ എന്ന കാര്യം പറഞ്ഞു. പക്ഷേ അത് അനുസരിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറായില്ല. ഇവരുടെ ഈ ഒരു അനുസരണക്കേടിൽ കൂടുതൽ നടപടിയെടുക്കാൻ മുർഷിദ് കുലി ഖാന് പറ്റുമായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റു രാജവംശങ്ങളുമായിട്ടുള്ള യുദ്ധം തന്നെയായിരുന്നു. ഒരു പക്ഷേ ബംഗാളിലേക്ക് മറ്റേതെങ്കിലും രാജവംശത്തിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ നിരവധിയായിട്ടുള്ള വിദേശ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് ഫ്രഞ്ചുകാരായാലും ഡച്ചുകാരായാലും അവരെല്ലാവരും ബംഗാളിൻ്റെ ഈ തീരങ്ങളിൽ വേരുറപ്പിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ഒരു സമയത്താണ് മുർഷിദ് കുലി ഖാന്റെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചെറുമകനായ സർഫറാസ് ഖാൻ ഭരണത്തിലേക്ക് എത്തുകയാണ്. സർഫറാസ് ഖാനും ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദസ്തക് ദുരുപയോഗം ചെയ്യുന്നതും ടാക്സ് നൽകാതെയുള്ള വിപണനമെല്ലാം കടുത്ത ഭാഷയിൽ എതിർത്തിരുന്ന ആളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പലതവണ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തിരുത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറായില്ല. ഇവിടെയും സർഫറാസ് ഖാന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം അവിടുത്തെ സാധാരണ ജനങ്ങളിലും സാധാരണ വ്യാപാരികളിലും മാത്രമല്ല, സർഫറാസ് ഖാന്റെ കീഴിൽ തന്നെ ബീഹാറിലെ ഡെപ്യൂട്ടി ഗവർണറായ അൽവാർദി ഖാനും ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം നിരവധി തവണ സർഫറാസ് ഖാനോട് ഇത്തരം പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. ഇത് അവരുടെ രാജ്യത്തെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ നിരവധി തവണ അദ്ദേഹം പറയുകയാണ്. ഇതൊന്നും കേൾക്കാൻ വേണ്ടി സർഫറാസ് ഖാൻ തയ്യാറാവുന്നില്ല. അൽവാർദി ഖാന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പല സമയത്തും ബംഗാളിലേക്ക് കടന്നു വന്ന മറാത്ത സൈന്യത്തെ തടഞ്ഞു നിർത്തിയത് അൽവാർദി ഖാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള വിശേഷങ്ങളും ആ നാട്ടിൽ കൊടുത്തിരുന്നു. സ്വോർഡ് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് ആ ഒരു രാജ്യത്തിൻ്റെ പടവാൾ, അതുപോലെ തന്നെ ഹീറോ ഓഫ് ദി സ്റ്റേറ്റ്, ആ രാജ്യത്തിൻ്റെ ഹീറോ എന്നൊക്കെ. ഇത്രയും വലിയൊരു പ്രശ്നം കണ്ടു നിൽക്കാനായി അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞു വന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാജാവിനെ കൊന്ന് അധികാരത്തിലെത്തുക, അതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഏറ്റുമുട്ടുക എന്നുള്ളതായിരുന്നു. ഇതിനെ തുടർന്ന് വെസ്റ്റ് ബംഗാളിലെ ഗാരിയ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു യുദ്ധത്തിൽ വെച്ച് സർഫറാസ് ഖാനെ അൽവാർദി ഖാൻ കൊല്ലുകയാണ്. ഇതോടുകൂടി ബംഗാളിന്റെ ഭരണം അൽവാർദി ഖാൻ സ്വയം ഏറ്റെടുത്തു. ഈ ഒരു ഭരണം അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു. ഒന്നാമത്തേത് കൃത്യമായി ടാക്സ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളിലെയും കടന്നുകയറ്റം, പ്രധാനമായിട്ടും ഫ്രഞ്ച്, ഡച്ച് പോലുള്ള രാജ്യങ്ങൾ. മൂന്നാമത്തേത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തുന്ന ഇത്തരം അനധികൃതമായ പ്രവർത്തനങ്ങൾ. അതുകൂടാതെ തന്നെ സ്വന്തം നാട്ടിൽ നിന്നും മറാത്ത രാജവംശത്തിൻ്റെ കടന്നുകയറ്റം. ഇതിനെല്ലാം ഒരു തടയിടാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതിൽ അദ്ദേഹം ആദ്യം മുൻഗണന കൊടുത്തിരുന്നത് ഫ്രഞ്ചുകാർക്കായിരുന്നു. ഫ്രഞ്ചുകാരെ അദ്ദേഹം തേനീച്ചകളോടാണ് ഉപയോഗിച്ചത്. അതായത് തേനീച്ചകൾ എന്ന് പറയുന്നത് അവർ സമാധാനത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് തേൻ തരും. ഒരു പക്ഷേ അവർ ശത്രുതയിലായാൽ അവർ മരണത്തിന് വരെ കാരണമാകും. അതുപോലെ തന്നെയാണ് ഫ്രഞ്ചുകാരും. അതായത് ഇത്തരം വ്യാപാരങ്ങൾ നടത്തുന്നതിലൂടെ നമുക്ക് കൃത്യമായി അവർ വരുമാനം തരും. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുന്ന സമയത്ത് അവർ തന്നെ ഈ ഒരു രാജാവിന് ശത്രുവായി മാറിയേക്കാം. അത് ചിലപ്പോൾ മരണത്തിൽ വരെ എത്തിയേക്കാമെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായി ഫ്രഞ്ചുകാരെ ഒഴിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് അദ്ദേഹം പോയത്. നമ്മളെല്ലാവരും സാധാരണ പറയും ശത്രുവിൻ്റെ ശത്രുവും മിത്രം എന്ന് പറയുന്നത്. അതേ ഒരു താല്പര്യം തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതായത് ഫ്രഞ്ചും ബ്രിട്ടീഷ് പരസ്പരം ശത്രുതയിലായിരുന്നു. അതേ കാര്യം തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അൽവാർദി ഖാൻ തീരുമാനിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൂട്ടുപിടിച്ച് ഫ്രഞ്ചുകാരെ തുരത്തുക.
കണ്ടെത്തുക. അങ്ങനെ അൽവർദി ഖാനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചേർന്ന് ഫ്രഞ്ചിനെതിരെയുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു. ഈ ഒരു ആക്രമണ സാധ്യത മുതലെടുത്തുകൊണ്ട് വെസ്റ്റ് ബംഗാളിലെ അവരുടെ ഫാക്ടറി നിലനിന്ന പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി അവർ അൽവർദി ഖാന്റെ അനുമതി തേടുകയാണ്. അദ്ദേഹം നൽകുകയും ചെയ്തു. തുടക്കകാലത്ത് വെറും 2 നിലയിലുള്ള 4 റൂമുകളുള്ള ഒരു സ്ഥലമായിരുന്നു അത്. പിന്നീട് അത് വളർന്ന് വലിയൊരു പ്രദേശത്തിലേക്ക് വ്യാപിച്ചു. വലിയ കോട്ടകൾ കെട്ടി അതിനെ സംരക്ഷിച്ചു. അതിനു മുകളിലായി മെഷീൻ ഗണ്ണുകൾ സ്ഥാപിച്ചു. ചുരുക്കി പറഞ്ഞാൽ അൽവർദി ഖാന്റെ അവസ്ഥ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതലെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള കാരണത്താലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കാരണത്താലും നിരവധിയായിട്ടുള്ള ഫ്രഞ്ച് ബ്രിട്ടീഷ് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. അവയെല്ലാം കർണാട്ടിക് വാറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനിടയിൽ തന്നെ 1956 അൽവർദി ഖാൻ മരണമടയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചെറുമകനായ 23 വയസ്സുള്ള സിറാജുദ്ദൗള അധികാരത്തിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ഒരു അധികാരത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ സംഭവിച്ചിരുന്നു. ഈ ഒരു അൽവർദി ഖാന്റെ കുടുംബത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി ആൾക്കാർ ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു. അതിനെയെല്ലാം കടത്തിവെട്ടിയാണ് സിറാജുദ്ദൗള അധികാരത്തിലേക്ക് എത്തുന്നത്. ഇത് മറ്റുള്ളവരുടെ മനസ്സിലെല്ലാം വളരെയധികം ദേഷ്യം സിറാജുദ്ദൗളയ്ക്കെതിരായി ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു പുതിയ നവാബിനോടുള്ള ദേഷ്യം മുതലെടുക്കാൻ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിക്കുകയാണ്. അവർ ഈ ഒരു നവാബിനെതിരായി നിന്ന അല്ലെങ്കിൽ എതിരായി സംസാരിച്ച ആൾക്കാരുടെ എല്ലാം കൂട്ടുപിടിച്ച് ബംഗാളിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഭരണം തങ്ങളുടെ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമം വളരെ വേഗം തന്നെ തുടങ്ങുകയും ചെയ്തു. പക്ഷേ സിറാജുദ്ദൗള ഈ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു. ബംഗാളിന്റെ വരുമാനത്തിന്റെ കുറവും ഫ്രീ ആയിട്ടുള്ള ട്രേഡിന്റെ പെർമിറ്റും ദസ്തക് സിസ്റ്റവും ഇതെല്ലാം ബംഗാളിനെ സാരമായി ബാധിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സിറാജുദ്ദൗള ഇതിനെതിരായി പോരാടാൻ വേണ്ടി തന്നെ തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പല ഒഫീഷ്യൽസിനെയും പല തവണയും വിളിച്ച് ഇത്തരം പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാൻ വേണ്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറായില്ല. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മനസ്സിലായിരുന്നു ഏത് നിമിഷം വേണമെങ്കിലും സിറാജുദ്ദൗള എന്ന നവാബ് തങ്ങളെ ആക്രമിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ കോട്ടയ്ക്ക് ചുറ്റും കൂടുതലായി മെഷീൻ ഗണ്ണുകൾ സ്ഥാപിച്ചു. കൂടുതലായി പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഇതൊന്നും നവാബിന്റെ അനുമതിയോ അംഗീകാരങ്ങളോ ഇല്ലാതെ തന്നെയായിരുന്നു. ഈ ഒരു പുതിയ നിർമ്മിതി വന്നതോടുകൂടി സിറാജുദ്ദൗളയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അടുത്തത് നവാബിനെ തന്നെ ആക്രമിച്ച് ഈ ഒരു ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ സ്വന്തമാക്കാനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രമം എന്നുള്ളത്. ഇതിനെ തുടർന്ന് ആദ്യമായി തന്നെ പോരാട്ടത്തിനിറങ്ങാൻ സിറാജുദ്ദൗള തീരുമാനിക്കുകയാണ്. ഫോർട്ട് വില്യം എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോട്ട സ്ഥിതി ചെയ്യുന്നത് മുർഷിദാബാദിലാണ്. ബംഗാളിലെ രാജസ്ഥാനത്ത് നിന്ന് മുർഷിദാബാദിലേക്ക് സിറാജുദ്ദൗളയും കൂട്ടരും പട നയിച്ചു. അവിടെ എത്തിയതിനു ശേഷം അവരുടെ കോട്ടയായ ഫോർട്ട് വില്യം മുഴുവനായും തകർത്തു കളഞ്ഞു. അതിനുശേഷം അതിനുള്ളിലേക്ക് കയറി. അതിനുള്ളിൽ അവർക്ക് ചിലരെ കാണാനായി. നിരവധിയായിട്ടുള്ള തടവുപുള്ളികൾ അവിടുത്തെ ഇരുട്ടറകളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിരവധിയായിട്ടുള്ള ഡച്ചുകാരും പോർച്ചുഗീസുകാരും ചില കുട്ടികളുമെല്ലാം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ബ്രിട്ടീഷ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ഈ കോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള പ്രദേശത്ത് നടക്കുന്ന എല്ലാ ക്രിമിനലും സിവിലുമായ ആക്ടിവിറ്റികൾക്ക് ശിക്ഷ കൊടുക്കാൻ കമ്പനിക്ക് അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള രീതികൾ പിന്തുടർന്നത്. ഇത്തരം തടവ് പുള്ളികളെ സിറാജുദ്ദൗള മോചിപ്പിക്കുകയാണ്. മോചിപ്പിച്ചതിന് ശേഷം ആ കോട്ടയുടെ മിക്ക ഭാഗവും തകർത്ത് കളയുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. സിറാജുദ്ദൗളയുടെ അനുമതിയോ മറ്റു കാര്യങ്ങളോ കൂടാതെ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഏതാനും ചിലർ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ പലരെയും ഈ ഒരു തടവറയിലാക്കുകയും പൂട്ടിയിടുകയും ചെയ്തു. ഒരു ചെറിയ കുടിസുമുറിയായിരുന്നു അത്. ഏകദേശം 146ഓളം പേരെയാണ് ഇവർ അടച്ചുപൂട്ടിയത്. അതിൽ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഇത്തരമൊരു കാര്യം സംഭവിച്ചതിനെ പറ്റി സിറാജുദ്ദൗളയ്ക്ക് യാതൊരു വിധമായ അറിവും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇതിനുശേഷം പിറ്റേ ദിവസം പുലർച്ചെ തങ്ങളുടെ കോട്ടയിലെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസിന് കാണാനായത് തടവറയിൽ നിരവധിയായിട്ടുള്ള ആൾക്കാരെ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. തുറന്നു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വെറും 23 ആൾക്കാർ മാത്രമാണ് അതിൽ ജീവനോടെ ഉള്ളത്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു. ഇതാണ് പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്.